പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 2 തിങ്കൾ. പ്രധാന വാർത്തകൾ. വിദേശയാത്ര നടത്തുന്നവർ അപ്രതീക്ഷിത കഷ്ടനഷ്ടങ്ങൾ നേരിടുന്നതിനും സംരക്ഷണത്തിനും ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഉറപ്പാക്കണമെന്ന് നോർക്കയുടെ ജാഗ്രതാ നിർദ്ദേശം. വിസിറ്റ് വിസ, വ്യാപാരം, പഠനം, ചികിത്സ, വിനോദം, ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് വിദേശത്തേക്ക് ഹ്രസ്വ സന്ദർശനം നടത്തുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ് വിവിധ ട്രാവൽ ഇൻഷുറൻസ് പാക്കേജുകൾ. വയസ്സ്, യാത്രയുടെ കാലയളവ്, ഏത് രാജ്യത്തേക്കാണ് യാത്ര എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി പോളിസിയുടെ പ്രീമിയം വ്യത്യസ്തമായിരിക്കും. ഇൻഷുറൻസ് പോളിസി എന്തെല്ലാം പരിരക്ഷ നൽകുന്നുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാവണം എടുക്കേണ്ടത്. നഷ്ടപരിഹാരത്തിനായി ഇൻഷുറൻസ് കമ്പനിയുടെ ഹോട്ട്ലൈൻ ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിക്കണം. ഇതിനു പുറമെ തദ്ദേശീയ, പോലീസ്, എംബസി, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തുടങ്ങിയവരെയും യാത്രാ ഇൻഷുറൻസ് വിവരങ്ങൾ അറിയിക്കണം. വിദേശയാത്രയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന ചികിത്സാ ചെലവ് സ്വന്തം നിലവിൽ കണ്ടെത്തുക പ്രയാസകരമായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ ഇൻഷുറൻസ് കവറേജിലൂടെ സഹായിക്കും. ബാഗേജ് മോഷണം, ബാഗേജ് വൈകിയെത്തുക, സ്വരാജ്യത്തേക്ക് തിരിച്ചയക്കുക, ഫ്ലൈറ്റ് റദ്ദാക്കുക, യാത്രയിൽ കാലതാമസം ഉണ്ടാകുക, മൃതദേഹം നാട്ടിലെത്തിക്കുക തുടങ്ങിയ സാഹചര്യത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പാസ്പോർട്ട് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പരാതി നൽകുന്നത് മുതൽ പുതിയതിനെ അപേക്ഷിക്കുന്നത് വരെ നിരവധി സാഹചര്യങ്ങളെ നേരിടുന്നതിന് ഇൻഷുറൻസ് കവറേജ് സഹായകമാകും. ലോകത്തെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ മസ്കത്തിൽ ഉടൻ രാജ്യത്തിന് സമർപ്പിക്കും. നിർമ്മാണ പ്രവൃത്തികൾ 90% പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. സീബ് വിലായത്തിലെ അൽ-ഖൂദിൽ ഒമാൻ ബൊട്ടാണിക്കൽ ഒരുങ്ങുന്ന ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നു. നിശ്ചയിച്ച പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. 4.2 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബൊട്ടാണിക്കൽ ഗാർഡൻ. അൽ-ഖൂദിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് ഒരുങ്ങുന്നത്. വടക്കു പടിഞ്ഞാറൻ കാറ്റിനെ തുടർന്ന് അൽ-വുസ്ത, ധോഫാർ ഗവർണറേറ്റുകളിൽ പൊടി ഉയർന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇത് മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും ദൂരക്കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില പ്രദേശങ്ങളിൽ കാറ്റ് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വരെ വീശുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നു. ഈ മാസം 31 വരെയാണ് അനുവദിച്ച സമയം. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട്. അസാധുവാക്കിയ നോട്ടുകൾ 1995 നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ 1 റിയാൽ, 500 പൈസ, 200 പൈസ, 100 പൈസ, 2000 നവംബറിൽ ഇഷ്യൂ ചെയ്ത 50, 20, 10, 5 റിയാലുകൾ, 2005 പുറത്തിറക്കിയ 1 റിയാൽ, 2010 പുറത്തിറക്കിയ 20 റിയാൽ, 2011-12 വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ 50, 10, 5 റിയാലുകൾ, 2015 പുറത്തിറക്കിയ 1 റിയാൽ, 2019 നൽകിയ 50 റിയാൽ. ഈ പറഞ്ഞ നോട്ടുകൾ കൈവശമുള്ളവർ അത് മാറ്റി വാങ്ങേണ്ടതാണ്. ഇപ്പോൾ നിലവിലുള്ളതുമായാണ് ഇവ മാറ്റേണ്ടത്. അതായത് അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ല. അതേസമയം ഈ മാസം 31 വരെ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ല. വിനിമയം നടത്താൻ സാധിക്കും. മാറ്റിവാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമാണ് ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമാകുമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. ഒമാനിൽ സ്കൂൾ ബസിന്റെ വളയം പിടിച്ച് വളയിട്ട കൈകൾ. മുൻ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കൂടിയായ മോസ അൽ ഹസാനിയാണ് ഗുബ്ര ഇന്ത്യൻ സ്കൂൾ ബസിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഇന്ത്യൻ സ്കൂൾ ബസ് ഓടിക്കുന്ന ആദ്യ ഒമാനി വനിത എന്ന സവിശേഷത കൂടിയുണ്ട് ഇവർക്ക്. ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലും സ്വപ്നങ്ങൾ പിന്തുടരാൻ മോസയുടെ വിജയകഥ ഒമാനി യുവാക്കളെ പ്രചോദിപ്പിക്കും. ബൗഷറിൽ താമസിക്കുന്ന മോസ ഇപ്പോൾ 15 മുതൽ 24 വരെ സീറ്റുകളുള്ള
ബസ്സുകളിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മസ്കത്തിലുടനീളം സുരക്ഷിതമായി എത്തിക്കുന്നു. ഇവരുടെ സേവനത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഏറെ സംതൃപ്തിയിലാണ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ബെൽജിയം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഫിലിപ്പ് രാജാവിന്റെയും മതിൽഡെ രാജ്ഞിയുടെയും ക്ഷണപ്രകാരമാണ് സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുന്നത്. ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതും സന്ദർശനം വഴിയൊരുക്കും. നയതന്ത്ര ഘടകം, തുറമുഖം, ഊർജ്ജ സഹകരണം, സാംസ്കാരിക സഹകരണം, പ്രതിരോധം, ബയോ ഫാർമസ്യൂട്ടിക്കൽ മേഖല, ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ബ്രസൽസിലെ റോയൽ പാലസിൽ സ്വീകരണത്തോടെ സന്ദർശനം ആരംഭിക്കും. തുടർന്ന് സുൽത്താൻ രാജകീയ ദമ്പതികളും തമ്മിലുള്ള ഉച്ചഭക്ഷണവും നടക്കും. സുൽത്താൻ ബ്രസൽസ് സിറ്റി ഹാളും സന്ദർശിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.